ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ കോൺസ്റ്റബിൾ ജി ഡിക്ക് വേണ്ടിയിട്ട് ജി കെയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഡാൻസ് ഫോംസ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസ് ഫോംസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, ഗോൺഫ് ഡാൻസ് ഈസ് എ ഫേമസ് ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? അതായത് ഗോൺഫ് ഡാൻസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പറയൂ, ഗോൺഫ് ഡാൻസ് ഏത് സ്റ്റേറ്റിലെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ്? ഗോവയിലെയാണ് അല്ലേ. ഗോൺഫ് ഡാൻസ് എന്ന് പറയുന്നത് ഗോവയിലെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ്. അപ്പോൾ നോക്കിയേ, ഗോൺഫ് ഗോവ അല്ലേ. നമുക്കൊരു റൈമിംഗ് പോലെ പെട്ടെന്ന് പഠിക്കാമല്ലോ അല്ലേ. ഗോൺ ഫോക്ക് ഡാൻസ് ഗോവയിലെയാണ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അപർണ സതീശൻ വാസ് ഹോണേർഡ് വിത്ത് ദ പ്രസ്റ്റീജിയസ് ഭാരത ശാസ്ത്ര നൃത്യ പ്രവീണ നാഷണൽ അവാർഡ് ഫോർ ഹെർ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ വിച്ച് ഡാൻസ് ഫോം? അതായത് ഫേമസ് ഡാൻസർ ആയിട്ടുള്ള അപർണ സതീശന് എന്ത് അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയൂ? ഭാരത ശാസ്ത്ര നൃത്യ പ്രവീണ നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏത് ഡാൻസ് ഫോമിലെ നല്ല പെർഫോമൻസിന് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിനാണ് അവർക്ക് അവാർഡ് ലഭിച്ചത്? കുച്ചിപ്പുടിക്കാണല്ലേ. കുച്ചിപ്പുടി എന്ന് പറയുന്ന ഡാൻസ് ഫോമിനുള്ള കോൺട്രിബ്യൂഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നല്ല പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ആർക്ക് അവാർഡ് ലഭിച്ചത്? അപർണ സതീശന് ഭാരതശാസ്ത്ര നൃത്യ പ്രവീണ നാഷണൽ അവാർഡ് ലഭിച്ചത്. ഇനി പറയൂ, കുച്ചിപ്പുടി ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസ് ഫോം ആണെന്ന് പറയൂ? ഏത് സ്റ്റേറ്റുമായിട്ടാണ്? ആന്ധ്രാപ്രദേശുമായിട്ടാണല്ലേ. ആന്ധ്രാപ്രദേശുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസ് ഫോമാണ് ഏത്? കുച്ചിപ്പുടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സട്രിയ ഈസ് എ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് വിച്ച് സ്റ്റേറ്റ്? സട്രിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. അത് ഏത് സ്റ്റേറ്റിലെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്? ആസാമിലെ ആണല്ലേ. ആസാമിലെ ഫേമസ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ആണ് ഏത്? സട്രിയ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അലർമേൽ വല്ലി എ ക്ലാസിക്കൽ ഡാൻസർ ഹു റിസീവ്ഡ് ദ പത്മഭൂഷൺ ഈസ് നോൺ ഫോർ ഡാഷ്? അതായത് അലർമേൽ വല്ലി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസർ ഉണ്ട്. അവർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഏതിലെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഏത് ഡാൻസ് ഫോമിലെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് അവർക്ക് എന്ത് ലഭിച്ചത്? പത്മഭൂഷൺ ലഭിച്ചത്? ഭാരതനാട്യത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിന് വേണ്ടിയിട്ടാണ് അലർമേൽ വല്ലി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസറിന് പത്മഭൂഷൺ ലഭിച്ചത്. ഇനി ഭരതനാട്യം ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസ് ഫോം ആണെന്ന് പറയൂ? തമിഴ്നാടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസ് ഫോം ആണല്ലേ. അല്ലെങ്കിൽ തമിഴ്നാടുവിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് എന്ത്? ഭരതനാട്യം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗുരു പങ്കജ് ചരൺ ദാസ് ഈസ് എ ഫേമസ് പ്രൊപ്പണന്റ് ഓഫ് വിച്ച് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്? അതായത് ഗുരു പങ്കജ് ചരൺ ദാസ് ഏത് ക്ലാസിക്കൽ ഡാൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്? ഏത് ഡാൻസ് ഫോമുമായി റിലേറ്റഡ് ആയിട്ടാണ്? ഒഡീസി. ഗുരു പങ്കജ് ചരൺ ദാസ് ഒഡീസിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസറാണ്. ഇനി ഒഡീസി ഏത് സ്റ്റേറ്റിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ആണെന്ന് പറയൂ? ഒഡീസയിലാണല്ലേ. നമുക്കറിയാം ഒഡീസി എന്ന് പറയുന്നത് ഒഡീസയുടെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, in November 2021 which dancer won a Padma Shri for the contribution in arts? അതായത് നമ്മുടെ നവംബർ 2021 ഒരു ഫേമസ് ഡാൻസർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് പത്മശ്രീ ലഭിച്ചത്? കോൺട്രിബ്യൂഷൻ ഇൻ ആർട്സ് അല്ലേ. ആർട്സിലുള്ള കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് ആ ഡാൻസർക്ക് എന്ത് ലഭിച്ചത്? പത്മശ്രീ ലഭിച്ചത്. അപ്പോൾ ആ ഡാൻസറുടെ പേരെന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ആ ഡാൻസറുടെ പേര്? മഞ്ചമ്മ ജോഗാട്ടി. മഞ്ചമ്മ ജോഗാട്ടി എന്ന് പറയുന്ന വ്യക്തിക്കായിരുന്നു എന്ത് ലഭിച്ചത്? നവംബർ 2021 പത്മശ്രീ ലഭിച്ചത്. എന്തിനായിരുന്നു പത്മശ്രീ ലഭിച്ചത്? കോൺട്രിബ്യൂഷൻ ഇൻ ആർട്സിനാണ്. ഇനി മഞ്ചമ്മ ജോഗാട്ടി ആരാണ്? ഒരു ഫേമസ് സിംഗറും ഡാൻസറൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഫേമസ് സിംഗറും ഡാൻസറൊക്കെ ആണ്. ഏത് ഡാൻസ് ഫോമിലാണ് അവർ ഫേമസ്? ജോഗാട്ടി നൃത്യ എന്നുള്ള ക്ലാസിക്കൽ ഫോക്ക് ഡാൻസിലാണ് അവർ ഫേമസ് ആയിട്ടുള്ളത്. ഈ ജോഗാട്ടി നൃത്യം എവിടെയുള്ളതാണ്? നമ്മുടെ നോർത്ത് കർണാടകയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ്. അതിലെ ഒരു ഫേമസ് സിംഗറും ഡാൻസറും ആണ് ആര്? മഞ്ചമ്മ ജോഗാട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കുഡ് ഫോക്ക് ഡാൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്? അതായത്
കുഡു ഫോക്ക് ഡാൻസ് ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആണ്? ജമ്മു കാശ്മീർ അല്ലേ. കുഡു ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ നടക്കുന്ന ഒരു ഡാൻസ് ഫോമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചാങ് ലോ ട്രൈബൽ ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ ദ ചാങ് ട്രൈബ് ഓഫ് ഡാഷ്. അതായത് ചാങ് ലോ ട്രൈബൽ ഡാൻസ് എന്ന് പറയുന്ന ഒരു ഡാൻസ് ഉണ്ട്. അത് ആരാണ് പെർഫോം ചെയ്യുന്നത്? ചാങ് ട്രൈബ് ആണല്ലേ പെർഫോം ചെയ്യുന്നത്. ഈ ചാങ് ട്രൈബ് എവിടെയുള്ള ആളുകളാണ്? എവിടെയുള്ള ആളുകളാണെന്ന് പറയൂ. നാഗാലാൻഡിലുള്ള ആളുകളാണ്. അപ്പം നാഗാലാൻഡിലുള്ള ചാങ് ട്രൈബിലുള്ള ആളുകളാണ് ഏത് ഫേമസ് ആയിട്ടുള്ള ഡാൻസ് പെർഫോം ചെയ്യുന്നത്? ചാങ് ലോ ട്രൈബൽ ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഗുണകണ്ഠ ദത്ത ബോർബിയാൻ was awarded the സംഗീത് നാടക് അക്കാഡമി അവാർഡ് ഇൻ വിച്ച് ഡാൻസ് ഫോം? അതായത് ഗുണകണ്ഠ ദത്ത ബോർബിയാൻ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഡാൻസർ ഉണ്ട്. അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? സംഗീത നാടക അക്കാഡമി അവാർഡ് ലഭിച്ചു. അദ്ദേഹം ഏത് ഡാൻസ് ഫോമുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് ചോദ്യം. ഏത് ഡാൻസ് ഫോമുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്? സട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ സട്രി എവിടുത്തെ ഡാൻസ് ഫോമാണ്? ആസാമിലെയാണ് അല്ലേ. ആസാമിലെ ഡാൻസ് ഫോമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സട്രിയ ആരാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് സെഞ്ചുറിയിലായിരുന്നു എന്നൊക്കെ. അപ്പോൾ എല്ലാവരും അത് കമൻറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫുഗഡി ഡാൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഡാൻസ്? അതായത് ഫുഗഡി ഡാൻസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഫുഗഡി ഡാൻസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു? ഗോവയുമായി അസോസിയേറ്റ് ചെയ്യുന്നു അല്ലേ. ഫുഗഡി എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റുമായിട്ടാണ്? ഗോവയുമായിട്ടാണ്. നമ്മൾ ഇന്ന് തന്നെ വേറൊരു ഡാൻസും കൂടെ പഠിച്ചില്ലേ ഗോവയുമായിട്ട്? ഏതാണ്? ഗോൺഫ് ആണല്ലേ. ഗോൺഫ് അല്ലേ. ഗോൺഫ് ഫോക്ക് ഡാൻസ് നമ്മൾ എവിടെയായിട്ട് പഠിച്ചു? ഗോവയായിട്ട് പഠിച്ചല്ലേ. അപ്പോൾ ഗോവയിലെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസുകൾ പഠിച്ചു. ഫുഗഡയും പഠിച്ചു, അതുപോലെ തന്നെ ഗോൺഫും പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്